ഹലോ, ഇത് ആയിഷയല്ലേ? ഹലോ, ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? ഇത് ആയിഷയുടെ ഫോൺ നമ്പർ അല്ലേ? ഹലോ, ആ കേൾക്കുന്നുണ്ടോ? ഹലോ ഹലോ അല്ല, അവര് ഫോൺ കട്ട് ചെയ്തു. ഒന്നുകൂടെ വിളിച്ചു നോക്ക്. വേണ്ട, അവരെന്തെങ്കിലും തിരക്കിലായതുകൊണ്ടായിരിക്കും. പിന്നീട് വിളിച്ചു നോക്കാം. നീ ഇവിടെ ഇരിക്കും മോനെ, ഞാൻ ചായ എടുക്കാം. എന്താ ആരെ വിളിച്ചേ? അത് ഒരു റോങ് നമ്പർ ആയിരുന്നു. അമ്മ എനിക്കിതിനൊരു പരിഹാരം ഉണ്ടാക്കി തന്നേ പറ്റൂ. അവര് തമ്മില് എന്തോ ഉണ്ട്. ആര് തമ്മില്? രാജീവേട്ടനും സമൃദ്ധയും തമ്മില്. എപ്പോഴും രണ്ടുപേരും കൂടി രഹസ്യമായിട്ട് സംസാരിക്കുന്നത് ഞാൻ കാണുന്നുണ്ട്. ചിലതൊക്കെ കേൾക്കുന്നുണ്ട്. നീ എന്ത് കേട്ടു പറയുന്നത്? നേരത്തെ മുറ്റത്ത് നിന്ന് അവർ രണ്ടുപേരും കൂടി സംസാരിക്കുന്നത് ഞാൻ കേട്ടതാ. എടുത്തു ചാടി തീരുമാനം എന്തെങ്കിലും എടുക്കുന്നത് റിസ്ക് ആണെന്ന് രാജീവേട്ടൻ അവളോട് പറഞ്ഞു. ആ, പിന്നെ ഒന്നുകൂടി പറഞ്ഞു, അങ്ങനെ എന്തെങ്കിലും ചെയ്താ നമ്മൾ സൂക്ഷിക്കുന്ന രഹസ്യം പരസ്യാവൂന്ന്. എന്തായിരിക്കും അവര് സൂക്ഷിക്കുന്ന ആ രഹസ്യം? അവര് വേറെ എന്തെങ്കിലും സംസാരിച്ചതിന്റെ അറ്റവും മൂലയും കേട്ടിട്ട് വന്ന് വെറുതെ വേണ്ടാതിനും പറയരുത്. നീ വിചാരിക്കുന്നത് പോലെ അല്ല അവര് രണ്ടുപേരും. അല്ല, അവർക്കിടയിൽ എന്തോ ചുറ്റിക്കളിയുണ്ട്. ഇല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ പറയൂ. നിനക്ക് ഭ്രാന്ത, സംശയരോഗം മൂത്ത ഭ്രാന്ത്.